ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ നേവിയുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ബ്രാഞ്ചുകളിലായിട്ട് 9 വിഭാഗങ്ങളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട്. തിരഞ്ഞെടുത്ത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സബ് ലഫ്റ്റനൻറ്റ് ഓഫീസറായിരിക്കും റാങ്ക് വരുന്നത്. തിരഞ്ഞെടുക്കുന്നവർക്ക് ഏഴിമല നാവിക അക്കാദമിയിൽ വെച്ചിട്ടായിരിക്കും പരിശീലനം ലഭിക്കുക. 1996 ജൂലൈ 2-നും 2002 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇപ്പോൾ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. റിക്രൂട്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് SSB ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇന്ത്യൻ നേവി റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നതെന്ന്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2020 ഡിസംബർ 31. 2021 ജൂണിലായിരിക്കും തിരഞ്ഞെടുക്കുന്നവർക്കുള്ള ട്രെയിനിങ് ആരംഭിക്കുന്നത്. 3 ബ്രാഞ്ചുകളിലായിട്ടാണ് നിയമനം നടക്കുന്നത്. ആദ്യത്തേത് എക്സ്റ്റൻഡഡ് നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സാണ്, അഥവാ ജനറൽ സർവീസ് ആയിരിക്കും. അത് എക്സിക്യൂട്ടീവ് ഉണ്ട്, ഹൈഡ്രോഗ്രാഫി ഉണ്ട്. രണ്ടാമത് നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സസ് റെഗുലറാണ്. അത് നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ, ഒബ്സർവർ, പൈലറ്റ്, ലോജിസ്റ്റിക്, ടെക്നിക്കൽ, അത് എൻജിനീയറിംഗും ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട്. പിന്നീട് വരുന്നത് എഡ്യൂക്കേഷനാണ്. അടുത്തത് സ്പെഷ്യൽ NOC ആണ്, അതും ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. അത് എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. ഇനി നമുക്ക് ഓരോ പോസ്റ്റിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ജനറൽ സർവീസാണ്. അത് ജനറൽ സർവീസ് എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ ഹൈഡ്രോ കേഡറും ഉണ്ട്. ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech ആണ്. അത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ആയാൽ മതി. പക്ഷേ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 60% ആയിരിക്കണം. ഇവിടെ 40 ഒഴിവുകളുണ്ട്. 40 ഒഴിവുകളും പുരുഷന്മാർക്കാണ്. SSC ജനറൽ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ 1996 ജൂലൈ 2-നും 2002 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി രണ്ടാമത്തെ പോസ്റ്റ് നോക്കാം. രണ്ടാമത്തേത് ഷോർട്ട് സർവീസ് കമ്മീഷൻ നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡറാണ്. അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech ആണ് വിത്ത് 60% മാർക്ക്. പിന്നെ കുറേ ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, മൈക്രോ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, കൺട്രോൾ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മെറ്റലർജി, മെറ്റലർജിക്കൽ, കെമിക്കൽ, മെറ്റീരിയൽ സയൻസ്, എയ്റോസ്പേസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്. പിന്നെ കാൻഡിഡേറ്റ്സിന് +2-ലും 10ാം ക്ലാസ്സിലും 60% മാർക്കിന് മുകളിലായിരിക്കണം. കൂടാതെ 10ാം ക്ലാസ്സിലോ +2-ലോ ഇംഗ്ലീഷിന് 60% കൂടുതൽ മാർക്ക് നേടിയിരിക്കണം. ഇവർക്കുള്ള വേക്കൻസി 16 എണ്ണമാണ്. അത് മെന്നും ഉണ്ട്, വിമണും ഉണ്ട്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ 1996 ജൂലൈ 2-നും 2002 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ്. അടുത്ത കാറ്റഗറി നോക്കാം. അടുത്തത് ഒബ്സർവറാണ്. അതും ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് മിനിമം 60% മാർക്ക്. അവർക്കുള്ള ക്വാളിഫിക്കേഷനും BE അല്ലെങ്കിൽ BTech ആണ്.
മിനിമം 60% മാർക്കാണ് പറയുന്നത്. പിന്നെ കാൻഡിഡേറ്റ്സിന് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും 60% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ അവർക്ക് 10ലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് 60% മുകളിൽ മാർക്ക് നേടിയിരിക്കണം. ഒബ്സർവർക്കുള്ള വേക്കൻസി 6 എണ്ണമാണ്. അത് മെന്നിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള ഏജ് എന്ന് പറയുന്നത് 1997 ജൂലൈ 2-നും 2002 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർക്കാണ്. അടുത്തത് പൈലറ്റാണ്. 15 ഒഴിവുകളാണ് പൈലറ്റിലുള്ളത്. അതും മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ സ്ത്രീകൾക്കുള്ള പോസ്റ്റ് 3 എണ്ണമാണ്. 1997 ജൂലൈ 2-നും 2002 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർക്ക് പൈലറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ലോജിസ്റ്റിക്കിലേക്കാണ്. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ BE ഓർ BTech ആണ്. ഏത് ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല. അടുത്ത ക്വാളിഫിക്കേഷൻ MBA വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ BSc BCom BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് വിത്ത് എ PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അടുത്ത ക്വാളിഫിക്കേഷൻ MCA അല്ലെങ്കിൽ MSc IT ആണ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ലോജിസ്റ്റിക്കിലേക്കുള്ള വേക്കൻസി 20 എണ്ണമാണ്. അതും മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള ഏജ് എന്ന് പറയുന്നത് 1996 ജൂലൈ 2-നും 2002 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്തത് ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് IT ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ BE ഓർ BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് IT അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA MTech കമ്പ്യൂട്ടർ സയൻസ്. ആകെ 25 പോസ്റ്റുകളാണുള്ളത്. എല്ലാം പുരുഷന്മാർക്കുള്ളതാണ്. ഇവർക്കുള്ള പ്രായപരിധി 1996 ജൂലൈ 2-നും 2002 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ ബ്രാഞ്ചിലുള്ളതാണ്. ഒന്നാമത്തെ പോസ്റ്റ് ഷോർട്ട് സർവീസ് കമ്മീഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. അതിൽ ജനറൽ സർവീസാണ്. അതിലുള്ള ക്വാളിഫിക്കേഷൻ BE ഓർ BTech ആണ്. ബ്രാഞ്ചസ് തന്നിരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ പ്രൊഡക്ഷൻ എയറോനോട്ടിക്കൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അടുത്തത് എയറോസ്പേസ് ഓട്ടോമൊബൈൽസ് മെറ്റലർജി മെക്കാനിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. ഇവർക്ക് 30 ഒഴിവുകളുണ്ട്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാർക്കാണ്. 1996 ജൂലൈ 2-നും 2002 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത പോസ്റ്റ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ്. അതും ജനറൽ സർവീസാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻസ് BE ഓർ BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ സ്ട്രീംസ്. അവർക്കുള്ള ബ്രാഞ്ചുകൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പവർ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇവർക്ക് 40 ഒഴിവുകളുണ്ട്. അതും പുരുഷന്മാർക്ക് മാത്രമുള്ള ഒഴിവുകളാണ്. 1996 ജൂലൈ 2-നും 2002 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ്. എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് 8 കാറ്റഗറി ആയിട്ട് ഒഴിവുകളുണ്ട്. ആദ്യത്തേത് ഫസ്റ്റ് ക്ലാസ് ഇൻ MSc മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ BSc. അവർക്ക് ഡിഗ്രി പഠനത്തിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. 6 ഒഴിവുകളുണ്ട്. അതും പുരുഷനും സ്ത്രീകൾക്കുമുള്ള ഒഴിവുകളാണ്. 2 ജൂലൈ 1996 മുതൽ 2000 ജൂലൈ 1-നും ഉള്ളിൽ ജനിച്ചവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തേത് അടുത്ത ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഇൻ MSc ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് വിത്ത് മാത്സ് ഇൻ BSc.
രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് MSc ഫിസിക്സ്, MSc അപ്ലൈഡ് ഫിസിക്സ്, MSc ന്യൂക്ലിയർ ഫിസിക്സ് ഉള്ളവർക്കാണ്. ഇവർ ഡിഗ്രിയിൽ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അവർക്ക് 3 ഒഴിവുകളുണ്ട്. അതും പുരുഷനും സ്ത്രീകൾക്കും ഉള്ള ഒഴിവുകളാണ്. അടുത്തത് ഫസ്റ്റ് ക്ലാസ് ഇൻ MSc കെമിസ്ട്രി. MSc കെമിസ്ട്രി ഉള്ളവർക്കാണ് ഒരൊഴിവാണുള്ളത്. അതും പുരുഷനും സ്ത്രീക്കും അപേക്ഷിക്കാം. അടുത്തത് 55% ഇൻ MA ഇംഗ്ലീഷ്. MA ഇംഗ്ലീഷിൽ 55% മാർക്കുള്ളവർക്കാണ് അടുത്ത ഒഴിവ്. അത് ഒരൊഴിവേ ഉള്ളൂ. അതും പുരുഷനും സ്ത്രീക്കും അപേക്ഷിക്കാം. 55% ഇൻ MA ഹിസ്റ്ററി. MA ഹിസ്റ്ററിയിൽ 55% മാർക്കുള്ളവർക്കാണ് അടുത്ത പോസ്റ്റ്. അതും ഒരു പോസ്റ്റേ ഉള്ളൂ. അതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അടുത്തത് BE അല്ലെങ്കിൽ BTech വിത്ത് മിനിമം 60% മാർക്ക്. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ. ഇവർക്ക് 2 ഒഴിവുണ്ട്. അതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകളാണ്. അടുത്തത് BE അല്ലെങ്കിൽ BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% കൂടുതൽ മാർക്കുള്ള ബിരുദധാരികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അത്. 2 ഒഴിവുകളുണ്ട്. അതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം. അടുത്തത് BE ഓർ BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BTech ഉള്ളവർക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 2 ഒഴിവുകളാണുള്ളത്. അതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ വിളിച്ച ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കുള്ള ഒഴിവുകൾ. ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. സെലക്ഷൻ പ്രൊസീജിയർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ SSB ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. SSB ഇൻ്റർവ്യൂ പാസ്സായവർക്ക് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യാറ്. നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായും ഈ ജോബിന് അപ്ലൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരേക്കും ജയ് ഹിന്ദ്.